ഭാഗങ്ങളിൽ നിന്നുള്ള ജലസസ്യങ്ങളാണ് ശ്രീ വിൻസെന്റ് അംബ്രോസിന്റെ അക്വേറിയത്തിലുള്ളത്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ചില്ലുകൂടുകളിൽ ജലസസ്യങ്ങളെ കൂടാതെ അപൂർവങ്ങളായ അനേകം മത്സ്യങ്ങളുമുണ്ട്. കൃഷി ദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്ലാസ് ടാങ്കിനുള്ളിലെ വെള്ളത്തിൽ ചെടികളെ വളർത്തുന്നതോടൊപ്പം തന്നെ ധാരാളം അപൂർവങ്ങളും വിദേശികളുമായ മീനുകളെയും അദ്ദേഹം വളർത്തുന്നുണ്ട്. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ഈ മീനുകളെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമാകട്ടെ ഇന്നത്തെ കൃഷി ദർശനം. വിൻസെന്റിന്റെ അക്വേറിയത്തിലെ സസ്യങ്ങളെല്ലാം തന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവയാണ്. പായലുകളിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ഫ്ലെയിം മോസ് എന്ന് വിളിക്കുന്ന തീനാള പായലാണ്. കൂടാതെ ജാവ മോസ്, തായ്വാൻ മോസ്, ക്രിസ്മസ് മോസ് തുടങ്ങിയവയും ഈ അക്വേറിയത്തിലെ സൗന്ദര്യ സസ്യങ്ങളാണ്. ഈ ചെടിയുടെ പേര് അനൂബിയസ് നാന എന്നാണ്. ഇത് ആഫ്രിക്കയിൽ നിന്നുള്ള അവിടുത്തെ നേറ്റീവ് പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഈ മണ്ണിലൊന്നും വച്ചാൽ വളരത്തില്ല. ഇത് ഒന്നിൽ ഇത് കല്ലിന്റെ പുറത്തോ പാറപ്പുറത്തോ അല്ലെങ്കിൽ ഈ ഡ്രിഫ്റ്റ്വുഡിന്റെ പുറത്ത് വെച്ചാൽ മാത്രമേ അത് വളരത്തുള്ളൂ. വളരെ ഒട്ടും ഡിമാൻഡിങ് ഇല്ലാത്തൊരു പ്ലാന്റ് ആണ്. ഇതിൽ ഏതൊരു അക്വേറിയത്തിന് ചെറിയ ലൈറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സ്ലോ ഗ്രോയിങ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ടൈപ്പ് അക്വേറിയത്തിന് വയ്ക്കാൻ പറ്റിയ പ്ലാന്റ് ആണത്. ഒരേ ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ 50% വാട്ടർ ചേഞ്ചസ് എല്ലാ ആഴ്ചയിലും ചെയ്യണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ് അതിന്റെ ഒരു ടൈപ്പ് മോസ് ആണ്. ഫ്ലെയിം മോസ് എന്നാണ് ഇതിന്റെ പേര്. ഈ മോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മോസ് കംപ്ലീറ്റ് എറക്റ്റ് ആയിട്ടാണ് ഇത് വളരുന്നത്. ഇത് കുറെ നാൾ കഴിയുന്ന നേരത്ത് അതിന്റെ ടിപ്പ് കംപ്ലീറ്റ് ചുമപ്പ് കളറാവും. അതുകൊണ്ടാണ് അതിന് ഫ്ലെയിം മോസ് എന്ന പേര് വന്നത്. പിന്നെ ഇത് ജാവ മോസ് മിനി എന്നാണ്. ഇതൊക്കെ ചിരട്ട പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് മോസ് ആണ്. ജാവ ക്രിസ്മസ് മോസ് എന്ന് പറയാം. ഈ വുഡിൽ വെച്ചിരിക്കുന്നതിന്റെ പേര് വീപ്പിംഗ് മോസ് എന്നാണ്. ഈ പ്ലാന്റ്സിന്റെ വേറൊരു ഡിമാൻഡിങ് എന്താണെന്ന് വെച്ചാൽ അധികം ചൂട് വരാൻ പാടില്ല. എപ്പോഴും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെ നിൽക്കാവുള്ളൂ. ഈ പ്ലാന്റ് അനൂബിയസിന്റെ വേറൊരു വെറൈറ്റിയാണ്. അതിന്റെ പേര് അനൂബിയസ് കോഫിഫോളിയ എന്നാണ്. വളരെ ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. വളരെ സ്റ്റഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത് ഏതൊരു വാട്ടർ കണ്ടീഷൻസിലും വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അത് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ തടി കഷ്ണം ഇതൊക്കെ ഡ്രിഫ്റ്റ്വുഡ് ഒക്കെ പൊന്മുടിയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. ഡ്രിഫ്റ്റ്വുഡ് കളക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വെള്ളത്തിനകം കിടക്കുന്ന ഡ്രിഫ്റ്റ്വുഡ് മാത്രമേ എടുക്കാവുള്ളൂ. പുറത്ത് കിടക്കുന്ന വേര് ഒന്നും എടുക്കരുത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ടാങ്കിൽ കൊണ്ടുപോയിക്കാൻ നേരത്ത് അതിൽ ചില കറകളൊക്കെ ഉണ്ട്. അത് കറ ടാങ്ക് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് മീൻ എന്തെങ്കിലും കുഴപ്പം ചെയ്യും. അതുകൊണ്ട് എപ്പോഴും വെള്ളത്തിന് കിടക്കുന്ന ഡ്രിഫ്റ്റ്വുഡ് എടുക്കാവുള്ളൂ. അത് മാത്രമല്ല, അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഏകദേശം ഒരു 1-2 മാസം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമേ അത് ടാങ്കിനുള്ളിൽ വെക്കാവുള്ളൂ. പിന്നെ എന്നാലും സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം, അതിന്റെ കൂടെ ചിലപ്പം പാരസൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പം കാണും. അതൊക്കെ നമ്മൾ നോക്കി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ടാങ്കിനുള്ളിൽ വെക്കാനായിട്ട്. ഒരു ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ വീട് പണിയുന്നതിന് ഉപയോഗിക്കുന്ന മണൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അതിൽ കക്കയോ ചിപ്പിയോ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അവ ടാങ്കിലെ വെള്ളത്തെ ഹാർഡ് വാട്ടറാക്കി മാറ്റും. അതുപോലെ തന്നെ ജലസസ്യങ്ങളെ വളർത്തുന്ന ടാങ്കുകളിൽ മത്സ്യത്തെ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ വലിയ മീനുകളെയോ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന മീനുകളെയോ വളർത്താൻ പാടില്ല. കാർഡിനൽ ടെട്രാസ്, ഹാലിക്കൈൻ ടെട്രാസ്, റെമിനോസ് ടെട്രാസ് തുടങ്ങിയ മീനുകളെയാണ് ഇവിടെ ഈ ടാങ്കുകളിൽ വളർത്തുന്നത്. ഈ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മള് ഇതിനകത്തിരിക്കുന്ന മണ്ണ്, ഈ ടാങ്കിൽ മണ്ണ് വലിയ ഡിമാൻഡിങ് അല്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിലൊന്നും നമ്മൾ വച്ച് വളർത്തുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് മണ്ണ് ഇല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു ടാങ്ക് സെറ്റ് ആവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ടൈപ്പ് മണ്ണ്, പക്ഷെ അതിനകത്ത് ഈ ചിപ്പി കഷ്ണങ്ങളോ അതിന്റെ ഷെല്ലിന്റെ അംശങ്ങളോ ഒന്നും കാണാൻ പാടില്ല. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചാൾ കഴിയുമ്പോൾ ഹാർഡാവും. അതുകൊണ്ട് അത് സൂക്ഷിച്ച് എടുക്കണം. ചിപ്പി കഷ്ണങ്ങളോ അതിന്റെ ഒന്നും ഇല്ലാത്ത മണ്ണായിരിക്കണം ഇതിൽ ഇടുന്നത്. ഇത് വേറൊരു ഹൈടെക് പ്ലാന്റഡ് അക്വേറിയമാണ്. ഇതൊരു 6 അടി ടാങ്കാണ്. ഇതിനകത്ത് ഏകദേശം ഒരു 400 ലിറ്റർ വെള്ളം ഈ ടാങ്കിനകത്ത് കൊള്ളും. ഇതിനകത്തും ലൈറ്റ്സ് ഒരു 3 വാട്ട്സ് പെർ ഗാലൻ ലൈറ്റ്സ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഡോസിങ് ഉണ്ട്.
പിന്നെ മറ്റേ ടാങ്കിനേക്കാളും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ ലോക്കലി കിട്ടുന്ന ഈ മണ്ണാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന സെയിം മണ്ണ് തന്നെയാണ്. അത് അരിച്ച് അതിൻ്റെ സൈസ് 2 mm-ൻ്റെയും 5 mm-ൻ്റെയും ഇടയിലുള്ള ഗ്രേവലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കെയറും കൂടെ എടുക്കേണ്ടത് അതിനകത്ത് ഈ ചിപ്പിയോ അങ്ങനത്തെ അതിൻ്റെ കഷ്ണമോ ഒന്നും ഇരിക്കാൻ പാടില്ല. അതുണ്ടെങ്കിൽ വെള്ളം ഹാർഡ്നെസ് കൂടും. മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ pH, വെള്ളത്തിൻ്റെ pH എപ്പോഴും കുറഞ്ഞിരിക്കണം. കൂടിയ pH ആണെന്നുണ്ടെങ്കിൽ ഈ ചെടി ടോളറേറ്റ് ചെയ്യത്തില്ല. ഇതിനകത്ത് ഒത്തിരി വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഫോർഗ്രൗണ്ട് പ്ലാന്റ്സ് ഉണ്ട്, മിഡ് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ഒത്തിരി വെളിയിൽ നേറ്റീവായിട്ടുള്ള പ്ലാന്റ്സ് ഒത്തിരി ഉണ്ട്. പിന്നെ അതല്ലാതെ തന്നെ കേരളത്തിന് നേറ്റീവായിട്ടുള്ള ഒരു 3-4 പ്ലാന്റ്സും കൂടെ ഇതിലുണ്ട്. ഫിഷസ് വളരെ കുറവാണ്. പ്ലാന്റഡ് അക്വേറിയം ആയതുകൊണ്ട് ഫിഷസ് വളരെ കുറവാണ്. അത് മാത്രമല്ല, ഫിഷസ് ഇടാൻ നേരം തന്നെ നമ്മളത് പ്ലാന്റഡ് അക്വേറിയത്തിന് തകുന്നതായ ഫിഷ് വേണം ഇടാനായിട്ട്. അധികം വലുതാവാതെ പ്ലാന്റ്സിനൊന്നും ഉപദ്രവിക്കാത്ത മീനിനാണ് ഇടുന്നത്. ഇതിലിരിക്കുന്നത് കുറച്ച് ടെട്രാസ്, കാർഡിനൽ ടെട്രാസ് ഉണ്ട്, പിന്നെ ഹാർലക്കൈൻ ടെട്രാസ് ഉണ്ട്, പിന്നെ നേറ്റീവായിട്ടുള്ള ഒരു ഫിഷ് ഉണ്ട്. എനിക്ക് അറിയത്തില്ല. അങ്ങനത്തെ കുറച്ച് ഫിഷസ് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. പിന്നെ വേറൊരു ഫിഷും കൂടെ റമ്മീനോസ് ടെട്രാസ്, വളരെ ഭംഗിയായിട്ടുള്ള ഫിഷസ് ആണ്. ഈ ഫിഷസൊക്കെ, ഈ ടെട്രാസ് ഒക്കെ കേരളത്തിൽ തന്നെ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ വാങ്ങിച്ചതാണ് ഈ ടെട്രാസ് ഒക്കെ. എന്നാലും ഇതിന്റെ ഒറിജിൻ വന്നിട്ട് ആഫ്രിക്കൻ ആമസോണിൽ നിന്നൊക്കെയാണ് ഈ ടെട്രാസിന്റെ ഒറിജിൻ. ഇവിടെ കേരളത്തിൽ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൽ അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് പ്ലാന്റ്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മിഡ് ഗ്രൗണ്ട് പ്ലാന്റ്സ് ഉണ്ട്. വിൻസെന്റിന്റെ അക്വേറിയത്തിലെ സസ്യങ്ങൾക്കൊന്നും തന്നെ നാടൻ പേരുകളോ വിളിപ്പേരുകളോ ഇല്ല. ശാസ്ത്രീയ നാമത്തിലാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത്. അതിനാൽ ടാക്സോണമി അനുസരിച്ച് ലോകത്തെവിടെയും ഇവയ്ക്ക് ഒരു പേര് മാത്രമേ ഉള്ളൂ. വളരെയധികം വൈവിധ്യമുള്ള ജലസസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് വിൻസെന്റിന്റെ അക്വേറിയം എന്ന് പറയാം. ഇവിടെ ഈ പ്ലാന്റിന്റെ പേര് ലഗ്നേന്ദ്ര നായറി എന്നാണ് ഇതിന്റെ പേര്. കേരളത്തിലുള്ള ഒരു ലഗ്നേന്ദ്ര സ്പീഷീസ് ഒരു പ്ലാന്റ് ആണ്. കുറച്ച് റയർ ആണ് ഹോബിയിൽ. ഇത് വളരെ ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ലീവ്സ് ഒക്കെ വെൽവെറ്റ് പോലെ ഇരിക്കും കാണാനായിട്ട്.